സാമൂഹ്യ മാധ്യമങ്ങളോട് എനിക്ക് വലിയ ബഹുമാനമാണുള്ളത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വളരെയേറെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. വിദേശങ്ങളിൽ ഇരുന്നുകൊണ്ടും ധാരാളം സുഹൃത്തുക്കൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. അതിനൊക്കെ ഞാൻ അഭിനന്ദിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അനാവശ്യമാണ്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് ആ മെഷീൻ സേഫ് കസ്റ്റഡിയിലാണ്. അത് പൊട്ടിച്ചിട്ടില്ല, എണ്ണിയിട്ടില്ല. 4-ാം തീയതി മാത്രമേ വോട്ടെണ്ണി തുടങ്ങുകയുള്ളൂ. അപ്പോൾ വോട്ടെണ്ണി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് ഒരു അർത്ഥവുമില്ല. ഞാനേതായാലും ഈ വിവാദത്തിൽ പങ്കെടുക്കാത്ത ഒരാളാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു തരത്തിലും ആർക്കെങ്കിലും അനുകൂലമായിട്ടോ എനിക്ക് അനുകൂലമായിട്ടോ മറ്റുള്ളവർക്കെതിരായിട്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, ഇത് അനാവശ്യ വിവാദമാണ്. ഈ വിവാദത്തിനൊരു അർത്ഥവുമില്ല. അത് നമ്മളെ വോട്ട് ചെയ്ത് നമ്മളെ വിജയിപ്പിക്കാൻ കാത്തിരിക്കുന്ന കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങളുടെ മനോവീര്യത്തെ, പ്രവർത്തകരുടെയും മനോവീര്യത്തെ കെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരം വിവാദങ്ങളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, ഈ രണ്ട് പേരുകളിലേക്ക് മാത്രം ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ പോകുന്നു. അങ്ങയുടെ പേര് ഇതിലേക്ക് വരാത്തത് ബോധപൂർവമാണെന്ന് കരുതുന്നു. അല്ല, അത്തരം വിവാദങ്ങൾക്ക് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ്. സോഷ്യൽ മീഡിയയിലൂടെ അല്ലല്ലോ കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത്. അതിനൊരു സംവിധാനം ഉണ്ടല്ലോ. കോൺഗ്രസ് ആദ്യമായിട്ടല്ലല്ലോ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതും ഗവൺമെൻറ് ഉണ്ടാക്കുന്നതും. അപ്പോൾ അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. അത് ആ സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനു മുമ്പ് നമ്മൾ വിവാദങ്ങൾ ആരും ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നാണ് അത് ഞാനടക്കം ആരും ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം വിവാദങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്. അല്ല, അതാ ഞാൻ പറഞ്ഞു, അത്തരത്തിലുള്ള ഒരു വിവാദത്തിനും ഒരു പ്രസക്തിയുമില്ല. അത് ജനങ്ങൾക്കും അത് പ്രവർത്തകർക്കും ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. അതുണ്ടാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൻ്റെ അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അവർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനമെടുക്കും. അതെല്ലാവരും അംഗീകരിക്കും. അതാണ് കോൺഗ്രസിലെ കീഴ്വഴക്കം. അല്ല, എല്ലാ വിവാദങ്ങളും ഒഴിവാക്കണം എന്നുള്ള ഒറ്റ വാചകമാണ് എനിക്ക് അതിനെപ്പറ്റി എല്ലാം പറയാനുള്ളത്. സുധാകരൻ എൻ്റെ നല്ല സുഹൃത്താണ്. ഇത് കോൺഗ്രസിന്റെ ഒരു പ്രതിച്ഛായയും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള മതിപ്പ് തീരെ ഇല്ലാണ്ടാക്കാനായിട്ട് കാരണമല്ലേ? ഈ വോട്ടെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയായിരുന്നു തമ്മിൽ തല്ലാന്നൊരു അല്ല, ഏതായാലും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള വിവാദങ്ങൾ വേണ്ട. ഇതിന് അതിൻ്റേതായ രീതികളുണ്ട് കോൺഗ്രസിൽ. അപ്പോൾ അതുകൊണ്ട് ആ രീതി ഉണ്ടാകും. ബഹളത്തിനൊന്നും ഒരു അർത്ഥവുമില്ല. അല്ല, അതെല്ലാം എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അത് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യമല്ല. അല്ല, അത്തരം കാര്യങ്ങളെല്ലാം ഒരു തീരുമാനം എടുക്കേണ്ടത്, ഒന്ന് വോട്ട് എണ്ണണം, UDFന് ഭൂരിപക്ഷം കിട്ടണം. കിട്ടിക്കഴിയുമ്പോൾ കോൺഗ്രസിൻ്റെ തീരുമാനം എടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് നമ്മളിപ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അല്ല, അത്തരം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അത് സംശയമൊന്നുമില്ല കാര്യത്തിൽ. എനിക്കറിയില്ല എന്താ.